ഒന്ന് നിൽക്കൂ. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുകയാണ്. അതെ, തീർച്ചയായും. ഇന്ന് രാത്രിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം 2 ഭാഗങ്ങളായി തിരിയും. ആദ്യത്തേതും അതിനുശേഷമുള്ളതും അവിടെയെല്ലാം മാറും. നിങ്ങളിതൊരു അതിശയോക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇതൊരു സത്യമാണ്. വെറുമൊരു ലളിതമായ പ്രക്രിയ, ഒരു മന്ത്രം, പിന്നെ 3 തവണ പറയുന്നതിന്റെ ശക്തി. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളുടെയും, നിങ്ങളുടെ ഭാഗ്യത്തിന്റെയും, നിങ്ങളുടെ പണത്തിന്റെയും, നിങ്ങളുടെ വിജയത്തിന്റെയും വാതിൽ തുറക്കുന്ന താക്കോലാണിത്. ഈ മന്ത്രം വെറും 3 തവണ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പഴയ പോരാട്ടങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ തുടങ്ങും. വർഷങ്ങളായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങാൻ തുടങ്ങും. പണത്തിന്റെ കുറവ്, അവസരങ്ങളുടെ അഭാവം, ആ നിരാശകളെല്ലാം പിന്നിലാകും. ഇതിന്റെ രഹസ്യം വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഫ്രീക്വൻസികളിലാണ്. അത് എല്ലാ രാത്രിയിലും ആഴത്തിൽ പോയി നിങ്ങളുടെ ജീവിതത്തെ റീപ്രോഗ്രാം ചെയ്യുന്നു. അതെ, ഇത് സത്യമാണ്. രാത്രിയിൽ വെറുതെ എഴുതിയും 3 തവണ പറഞ്ഞും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ മുഴുവൻ രീതിയും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ശാസ്ത്രം, മനഃശാസ്ത്രം, പ്രപഞ്ചശക്തി എന്നിവയുടെ സംഗമമാണ്. ഇതൊരു സങ്കീർണമായ പ്രക്രിയയല്ല. പൂജകളില്ല, മണിക്കൂറുകൾ നീളുന്ന പരിശീലനങ്ങളില്ല, ഗുരുവിന്റെ ദീക്ഷയില്ല, ഒന്നുമില്ല. ലാളിത്യത്തിലാണ് ശക്തിയുള്ളത്. ഈ ലാളിത്യത്തിന് നിങ്ങളെ 10 കോടിയിലെത്തിക്കാൻ കഴിയും. നിങ്ങളിത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്നേക്കില്ല. അതിനാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ വീഡിയോ വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. ഇത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും നിങ്ങളുടെ ഫ്രീക്വൻസികളെയും പ്രപഞ്ചത്തെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ആ രീതി ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുകയാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ മന്ത്രം നിങ്ങൾക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിങ്ങൾ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയായിരിക്കില്ല. ശരിയല്ലേ? രാത്രിയിൽ വെറും 3 തവണ ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്ന രീതി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിലെ 95% തീരുമാനങ്ങളും ശീലങ്ങളും വിശ്വാസങ്ങളും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഉപബോധ മനസ്സ് എന്നോർക്കുക. പകൽ സമയത്ത് ബോധമനസ്സ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, തർക്കിക്കുന്നു, ഭയവും സംശയവും സൃഷ്ടിക്കുന്നു. എന്നാൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ ബോധമനസ്സ് ശാന്തമാകും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സ്വീകാര്യമാകുന്ന സമയമാണിത്. ഈ പ്രക്രിയയുടെ ആദ്യ പടി തയ്യാറെടുപ്പാണ്. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ മുറി ചെറുതായി വൃത്തിയാക്കുക. കിടക്ക ശരിയാക്കുക. തലയിണ കുടഞ്ഞിടുക. ചുറ്റും യാതൊരു അലങ്കോലമോ ശബ്ദമോ ഇല്ലെന്ന് ഉറപ്പാക്കുക. എന്തുകൊണ്ട്? കാരണം അലങ്കോലം നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു. വൃത്തിയുള്ളതും വ്യക്തവുമായ എനർജിയോട് മാത്രമേ പ്രപഞ്ചം പ്രതികരിക്കൂ. രണ്ടാമത്തെ പടി റിലാക്സേഷനാണ്. ദീർഘമായി ശ്വാസമെടുക്കുക. കുറഞ്ഞത് 3 തവണ. ഈ ശ്വാസങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശാന്തമാക്കുകയും മനസ്സിന്റെ ബഹളം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ നിമിഷത്തിലാണ് ആൽഫ സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന അവസ്ഥയാണ് ആൽഫ സ്റ്റേറ്റ്. 3ാമത്തെ പടി മന്ത്രോച്ചാരണമാണ്. മന്ത്രം പതുക്കെ പൂർണ്ണ വിശ്വാസത്തോടെ പറയുക. നിർബന്ധിച്ചല്ല, വികാരത്തോടെ. ആദ്യമായി പറയുമ്പോൾ അത് നിങ്ങളുടെ ബോധമനസ്സിലെത്തുന്നു. 2ാമത്തെ തവണ പറയുമ്പോൾ അത് ആഴത്തിലിറങ്ങി ഉപബോധ മനസ്സിന് അഫർമേഷൻ നൽകുന്നു. 3ാമത്തെ തവണ പറയുമ്പോൾ അത് നേരിട്ട് പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസികളായി മാറുന്നു. നിങ്ങളുടെ അഫർമേഷൻ പ്രപഞ്ചത്തിലെത്തുന്ന നിമിഷമാണിത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്വലൈസേഷനാണ്. മന്ത്രം പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നോട്ടുകളുടെ കൂമ്പാരവും ആഭരണങ്ങളുടെ തിളക്കവും സന്തോഷം നിറഞ്ഞ വീടും നിങ്ങളുടെ സ്വപ്നവാഹനവും സങ്കൽപ്പിക്കുക. നിങ്ങൾ എത്രത്തോളം വ്യക്തമായി ചിത്രം സൃഷ്ടിക്കുന്നുവോ അത്രയും വേഗം അത് യാഥാർത്ഥ്യമായി മാറുന്നു. കാരണം ഉപബോധ മനസ്സിന് ഭാഷ മനസ്സിലാകില്ല, അത് ചിത്രങ്ങളെയും ഘടനയും മനസ്സിലാക്കുന്നു. 4ാമത്തെ പടി മന്ത്രം പറഞ്ഞയുടനെ ശ്രദ്ധ തിരിക്കരുത്. ഫോണോ ടിവിയോ മറ്റു കാര്യങ്ങളോ നോക്കരുത്. നേരെ ഉറങ്ങാൻ കിടക്കുക. ഉപബോധ മനസ്സ് നിങ്ങളുടെ അഫർമേഷനെ പിടിച്ച് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സമയമാണിത്. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറിയൊരു കാര്യം ചെയ്യുക. പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക, ഞാൻ ഇപ്പോൾ തന്നെ 10 കോടിയുടെ ഉടമയാണ്. പണം എന്നിലേക്ക് ഒഴുകുകയാണ്. ഈ രാവിലെയുള്ള ആദ്യ ചിന്ത നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും എനർജി തീരുമാനിക്കുന്നു. അതെ, 3 തവണ പറഞ്ഞാൽ മതിയെന്ന് ഓർക്കുക. ഇതൊരു നീണ്ട പ്രക്രിയയല്ല. 3 തവണ പറയുന്നതിന്റെ ശക്തി ശാസ്ത്രത്തിലും ആത്മീയ പാരമ്പര്യത്തിലും പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ഈ സംഖ്യ പ്രപഞ്ചം, സമയം, എനർജി എന്നിവയുമായി പൊരുത്തപ്പെടുന്നു. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും നിങ്ങളുടെ പഴയ പരിമിതമായ വിശ്വാസങ്ങളെ പൂർണ്ണമായും തകർക്കുന്നുവെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടുത്ത ഭാഗത്തിനായി നിങ്ങളിപ്പോൾ തയ്യാറാണ്. ആ രഹസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തേക്ക് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ മന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഇത് വെറും 3 തവണ പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ശ്രദ്ധിച്ചു കേൾക്കൂ.
നിങ്ങളുടെ ഉപബോധ മനസ്സ് ഫ്രീക്വൻസികളിലൂടെ പ്രപഞ്ചവുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും അനുഭവങ്ങളെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് ഈ ശക്തിയാണ്. രാത്രിയിൽ നിങ്ങൾ ഈ മന്ത്രം പറയുമ്പോൾ വാക്കുകൾ മാത്രമല്ല, വികാരങ്ങളും വിഷ്വലൈസേഷനും പ്രപഞ്ചത്തിലെത്തുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തമായിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ മന്ത്രം 3 തവണ പറയുകയും നിങ്ങളുടെ കയ്യിൽ ഇതിനകം 10 കോടി ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ചെയ്തുവെന്ന് കരുതുക. ഇത് സത്യമാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നു. ഉപബോധ മനസ്സ് ഇത് സത്യമായി അംഗീകരിക്കുമ്പോൾ മുഴുവൻ പ്രപഞ്ച എനർജിയും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ വിത്ത് പാകുന്നതുപോലെയാണിത്. പകൽ സമയത്ത് നിങ്ങൾ ആ വിത്തിൽ നിരന്തരം സംശയവും ഭയവും ഇട്ടാൽ അത് ഒരിക്കലും വളരില്ല. എന്നാൽ രാത്രിയിൽ നിങ്ങൾ ശാന്തനായി പൂർണ്ണ വിശ്വാസത്തോടെ മന്ത്രം പറയുമ്പോൾ അതേ വിത്ത് നേരെ ഭൂമിയിൽ വീണ് വേരുപിടിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വിത്ത് മരമായി മാറുന്നു. ഈ മന്ത്രം സ്വീകരിച്ചവർക്കും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ വരുന്നു. തടഞ്ഞുവെച്ച പഴയ പണം തിരികെ വരുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം യാദൃശ്ചികമല്ല, മറിച്ച് അവരുടെ അഫർമേഷനുള്ള പ്രപഞ്ചത്തിന്റെ മറുപടിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. രാത്രി സമയം ശക്തമാകുന്നത് അത് ശാന്തമായതുകൊണ്ട് മാത്രമല്ല. രാത്രിയിൽ വൈദ്യുതകാന്തിക ഫ്രീക്വൻസികളുടെ പ്രവർത്തനം കുറയുമെന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നു. ഇതിനർത്ഥം ധ്യാനം, മന്ത്രം, മാനിഫെസ്റ്റേഷൻ എന്നിവയുടെ ശക്തി രാത്രിയിൽ പല മടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ്. പുറത്ത് ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിലെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നു. ആ ശബ്ദം പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. എന്നാൽ ഓർക്കുക, മന്ത്രം വെറും വാക്കുകളല്ല. അതിൽ വികാരം, വിശ്വാസം, വിഷ്വലൈസേഷൻ എന്നിവ ഉൾപ്പെടുത്തണം. ഭയമോ സംശയമോ അവിശ്വാസമോ വെച്ചുപുലർത്തുന്നത് ഫലം നൽകില്ല. നിങ്ങളിത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുകയും പണം ഇതിനകം നിങ്ങളിലുണ്ടെന്ന് തോന്നുകയും ചെയ്താൽ പ്രപഞ്ചം അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്കിത് കൂടുതൽ എളുപ്പമാക്കാം. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് 3 തവണ മന്ത്രം പറയുക. ഓരോ തവണയും ഈ പണം ഇതിനകം നിങ്ങളുടെ പക്കലുണ്ടെന്ന് മനസ്സിൽ വ്യക്തമാക്കുക. നോട്ടുകളുടെ കൂമ്പാരങ്ങളും ആഭരണങ്ങളും സ്വപ്നഭവനവും പ്രിയപ്പെട്ട വാഹനവും നിങ്ങളുടെ പക്കലുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നേരെ ഉറങ്ങാൻ കിടക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റയുടനെ പറയുക, ഞാൻ ഇതിനകം 10 കോടിയുടെ ഉടമയാണ്. ഓർക്കുക, ഇതൊരു സ്ഥിരതയുടെ കളിയാണ്. നിങ്ങളിത് ഒരു രാത്രി മാത്രം ചെയ്തിട്ട് ഉപേക്ഷിച്ചാൽ ഫ്രീക്വൻസികൾ ദുർബലമാകും. എന്നാൽ തുടർച്ചയായി 21 ദിവസം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യപ്പെടും. സാഹചര്യങ്ങൾ നിങ്ങളുടെ അഫർമേഷൻ അനുസരിച്ച് രൂപപ്പെടാൻ തുടങ്ങും. അതെ, ഈ മന്ത്രത്തിന്റെ ശക്തി പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് നിങ്ങളെ ദാരിദ്ര്യത്തിന്റെയും ഭയത്തിന്റെയും മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുകൊണ്ടുവരികയും സമൃദ്ധിയുടെയും പോസിറ്റീവ് എനർജിയുടെയും ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എല്ലാം സാധ്യമാണെന്ന മാനസികാവസ്ഥ ഇത് നിങ്ങൾക്ക് നൽകുന്നു. ഇതുകൊണ്ടാണ് വാക്കുകളാണ് ബ്രഹ്മം എന്ന് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത്. ഈ പ്രക്രിയ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. നിങ്ങളുടെ ഉപബോധ മനസ്സിനൊരു പുതിയ അഫർമേഷൻ നൽകാനും നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ രാത്രിയുടെ ശക്തി ഉപയോഗിക്കാനും നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം ഈ മന്ത്രത്തിന്റെ എനർജിയെ എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരും. അതുവഴി ഫലങ്ങൾ ഉറപ്പുള്ളതും അവിശ്വസനീയവുമായിരിക്കും. നൂറ്റാണ്ടുകളായി മറച്ചുവെക്കപ്പെട്ട ആ അവസാന രഹസ്യത്തോട് നിങ്ങളിപ്പോൾ അടുക്കുകയാണ്. ഈ മന്ത്രം വെറും വാക്കുകളല്ലാതായി മാറുന്ന ഘട്ടമാണിത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന യഥാർത്ഥ ഉപകരണമായി മാറുന്നു. ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ തലച്ചോറ് 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പകൽ സമയത്ത് എപ്പോഴും സജീവമായിരിക്കുന്ന ബോധമനസ്സ്. അത് ചോദ്യം ചെയ്യുന്നു, തർക്കിക്കുന്നു, സംശയിക്കുന്നു. രണ്ടാമത്തേത് ശാന്തവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഉപബോധ മനസ്സ്. ബോധമനസ്സ് 5% മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ ഉപബോധ മനസ്സ് 95% നിങ്ങളുടെ തീരുമാനങ്ങൾ, ശീലങ്ങൾ, ഭയങ്ങൾ, വിശ്വാസങ്ങൾ, ഫലങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്ന ഭാഗമാണിത്. മിക്ക ആളുകളുടെയും ഉപബോധ മനസ്സ് ഇല്ലായ്മ, കുറവ്, ഭയം എന്നിവയാൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണം മരത്തിൽ കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ അധ്വാനമില്ലാതെ ഒന്നും ലഭിക്കില്ല എന്ന് കുട്ടിക്കാലം മുതൽ കേട്ട കാര്യങ്ങൾ നേരെ ഉപബോധ മനസ്സിലിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രാത്രിയിൽ ഈ മന്ത്രം 3 തവണ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ അഫർമേഷൻ നൽകുകയാണ്. ഈ അഫർമേഷൻ പഴയ പരിമിതമായ വിശ്വാസങ്ങളെ തകർക്കുകയും പുതിയ വിശ്വാസങ്ങളെ ആഴത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. രാത്രിയിൽ ബോധമനസ്സ് ഉറങ്ങുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഏറ്റവും ഫലപ്രദമാകുന്നത്. പകൽ സമയത്ത് ഞാൻ 10 കോടിയുടെ ഉടമയാണെന്ന് പറയുക. അപ്പോൾ ബോധമനസ്സ് ഉടൻ ചോദ്യം ചെയ്യും, സംശയിക്കും. എന്നാൽ രാത്രിയിൽ ഉപബോധ മനസ്സ് അതിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുകയും പിറ്റേന്ന് രാവിലെ സാഹചര്യങ്ങൾ അതേ അഫർമേഷൻ അനുസരിച്ച് മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. മന്ത്രം പറയുമ്പോൾ വാക്കുകൾ മാത്രമല്ല, വികാരവും വിഷ്വലൈസേഷനും പ്രധാനമാണ്. നിങ്ങളുടെ മുന്നിൽ നോട്ടുകളുടെ കൂമ്പാരങ്ങളും ആഭരണങ്ങളും ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ സ്വപ്നവും വീടും പ്രിയപ്പെട്ട കാറും നിങ്ങളുടെ പക്കലുണ്ട്. ഇത് നിങ്ങൾ എത്രത്തോളം വ്യക്തവും സജീവവുമായി അനുഭവിക്കുന്നുവോ അത്രയും വേഗം ഇത് യാഥാർത്ഥ്യമായി മാറും. ഇവിടെ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്.
മന്ത്രം ഒരു ശബ്ദം മാത്രമല്ല, ശ്വാസവുമായും എനർജിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളിത് 3 തവണ പറയുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഒരു പ്രത്യേക താളത്തിൽ നീങ്ങുന്നു. ഈ താളം നിങ്ങളുടെ എനർജിയെ പുനഃസജ്ജമാക്കുകയും ജീവിതത്തിന്റെ ദിശ മാറ്റുകയും ചെയ്യുന്നു. തുടർച്ചയായി 9 രാത്രികളിൽ ഈ രീതി ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. 1. ആദ്യ രാത്രിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ സൂചനകൾ ലഭിക്കാൻ തുടങ്ങുന്നു. 2. രണ്ടാം രാത്രി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 3. മൂന്നാം രാത്രി അപ്രതീക്ഷിത അവസരങ്ങൾ വരുന്നു. 4. നാലാം രാത്രി വീടിനുള്ളിൽ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു. 5. രാത്രി പഴയ കുടുങ്ങിയ പണം തിരികെ വരാൻ തുടങ്ങുന്നു. 6. രാത്രി പുതിയ വരുമാന മാർഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. 7. രാത്രി കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുന്നു. 8. രാത്രി നിങ്ങളുടെ സ്വപ്നം അടുത്തുവരുന്നു. 9. രാത്രി പ്രപഞ്ചം 10 കോടി പോലുള്ള തുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വാതിൽ തുറക്കുന്നു. എന്നാൽ ഓർക്കുക, അത്യാഗ്രഹമോ ഭയമോ കാരണം മാത്രം നിങ്ങൾ മന്ത്രം പറഞ്ഞാൽ അത് ഫലിക്കില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് അയക്കുന്ന അതേ എനർജിയെ പ്രപഞ്ചം തിരികെ നൽകുന്നു. അവസാനമായി ഈ മന്ത്രത്തിന്റെ അവസാന പടി ഇതാണ്. രാത്രി മന്ത്രം ചൊല്ലിയ ശേഷം കൈകൾ ഹൃദയത്തിൽ വയ്ക്കുക. കണ്ണുകൾ അടച്ച് മനസ്സിൽ പറയുക, പണം എന്റേതാണ്, പ്രപഞ്ചം എനിക്ക് 10 കോടി നൽകി. ഈ വാചകം ഒരു നിയമപ്രമാണം പോലെ നിങ്ങളുടെ അഫർമേഷൻ ഉറപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം, കാരണം പ്രപഞ്ചം വ്യക്തവും ശക്തവുമായ അഫർമേഷനുകൾ മാത്രമേ കേൾക്കൂ. ഇന്ന് രാത്രി നിങ്ങൾ ഈ രീതി സ്വീകരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. 3 തവണ മന്ത്രം, വിഷ്വലൈസേഷൻ, അവസാനമായി ഈ ഉറച്ച വാചകം. നാളെ രാവിലെ നിങ്ങളുടെ പക്കൽ 10 കോടിയുണ്ടെന്ന് നിങ്ങളുടെ ഉപബോധമനസ്സ് ഇതിനകം വിശ്വസിച്ചിരിക്കും. അതേ വിശ്വാസം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഫോൺ കോൾ പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് ലഭിച്ചേക്കാം. നിങ്ങൾ മുമ്പ് അവഗണിച്ച ഒരു അവസരം കണ്ടേക്കാം, അല്ലെങ്കിൽ മോശപ്പെട്ട പണം തിരികെ ലഭിച്ചേക്കാം. ഇതെല്ലാം യാദൃശ്ചികമല്ല, പ്രപഞ്ചത്തിന്റെ അഫർമേഷന്റെ ഫലമാണ്. ഓർക്കുക, തുടർച്ചയായി 21 ദിവസം ഇത് ചെയ്യുന്നത് ഉപബോധ മനസ്സിനെ പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യും. അത് വെറുമൊരു മന്ത്രമായിരിക്കില്ല, നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യമായി മാറും. നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് മാറും. സമ്പത്തും അവസരങ്ങളും വിജയവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോൾ ചോദ്യമിതാണ്, നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ കഴിയുന്ന ആ രാത്രിയുടെ ശക്തി ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ പ്രക്രിയ ആരംഭിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ ചുവടുവെപ്പ് മുഴുവൻ ദിശയും മാറ്റുന്നുവെന്ന് ഓർക്കുക. ആ ചെറിയ ചുവടുവെപ്പാണ് ഈ മന്ത്രം. ഈ മന്ത്രം വെറുമൊരു സാധാരണ വാക്കല്ലാതായി മാറുന്ന അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു, മറിച്ച് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റാനുള്ള ശക്തിയായി മാറുന്നു. ഈ മന്ത്രം കേവലം വാക്കുകളല്ലെന്ന് ഓർക്കുക, ഇത് എനർജിയുടെയും വിശ്വാസത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും സമന്വയമാണ്. ആദ്യം ഉപബോധ മനസ്സ് എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളും ശീലങ്ങളും ജീവിതത്തിന്റെ ദിശയും തീരുമാനിക്കുന്നത് ഈ ഭാഗമാണ്. ബോധമനസ്സ് 5% മാത്രമേ പ്രവർത്തിക്കൂ, എന്നാൽ ഉപബോധ മനസ്സ് 95% കൈകാര്യം ചെയ്യുന്നു. രാത്രിയിൽ മന്ത്രം ചൊല്ലുമ്പോൾ ഓരോ അഫർമേഷനും സ്വീകരിക്കുന്നത് ഈ ഭാഗമാണ്. ഈ മന്ത്രം 3 തവണ പറയുന്ന പ്രക്രിയ എങ്ങനെ പൂർണ്ണമായും ഫലപ്രദമാകുമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. 1. ആദ്യ ഉച്ചാരണം. നിങ്ങൾ മന്ത്രം ആദ്യമായി പറയുമ്പോൾ അത് ബോധമനസ്സിലെത്തുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു, അനുഭവിക്കുന്നു, വാക്കുകളുടെ ശക്തി അനുഭവപ്പെടുന്നു. 2. രണ്ടാമത്തെ ഉച്ചാരണം. രണ്ടാമത് മന്ത്രം നേരിട്ട് ഉപബോധ മനസ്സിൽ എത്തുന്നു. അത് ഒരു പുതിയ അഫർമേഷനായി അവിടെയിരിക്കുന്നു. പഴയ ഭയങ്ങളും സംശയങ്ങളും അതിരുകളും തകർക്കുന്നു. 3. മൂന്നാമത്തെ ഉച്ചാരണം. 3-ാം തവണ ഈ മന്ത്രം പ്രപഞ്ചത്തിന്റെ എനർജിയായി മാറി പുറത്തുവരുന്നു. പ്രപഞ്ചം നിങ്ങളുടെ അഫർമേഷൻ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറ്റാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷമാണിത്. സങ്കൽപ്പിക്കുക, രാത്രിയിൽ നിങ്ങൾ കിടക്കയിൽ കിടന്ന് ഈ മന്ത്രം പറയുന്നു. കണ്ണുകൾ അടച്ചിരിക്കുന്നു, ശരീരം വിശ്രമിക്കുന്നു, മനസ്സ് ശാന്തമാണ്. നിങ്ങളത് 3-ാം തവണ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ചുറ്റും വ്യാപിക്കുന്നു. അത് അദൃശ്യമാണ്, എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലിരിക്കുന്ന ഈ ഫലപ്രദമായ എനർജി പ്രപഞ്ചത്തിൽ എത്തുന്നു. ഇവിടെ ഏറ്റവും വലിയ കാര്യം വിഷ്വലൈസേഷൻ. നിങ്ങൾ മന്ത്രം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം സൃഷ്ടിക്കുക. നോട്ടുകളുടെ കൂമ്പാരങ്ങൾ, വീടുകൾ, കാറുകൾ, സന്തോഷം, സമൃദ്ധി എന്നിവ എത്രത്തോളം സജീവമായി അനുഭവപ്പെടുന്നുവോ അത്രയും വേഗം അത് യാഥാർത്ഥ്യമായി മാറും. കാരണം ഉപബോധ മനസ്സ് ചിത്രത്തെ മനസ്സിലാക്കുന്നു, വാക്കുകളെയല്ല. ഇനി അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറിയൊരു കാര്യം ചെയ്യണം. കണ്ണു തുറന്നാലുടൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക, ഞാൻ ഇപ്പോൾ തന്നെ 10 കോടിയുടെ ഉടമയാണ്, പണം എന്നിലേക്ക് ഒഴുകുകയാണ്. ഈ രാവിലെയുള്ള ആദ്യ ചിന്ത ദിവസത്തെ മുഴുവൻ എനർജിയെയും നിർണ്ണയിക്കുന്നു. എന്നാൽ ഭയത്തോടുകൂടിയോ സംശയത്തോടുകൂടിയോ നെഗറ്റിവിറ്റിയോടുകൂടിയോ മന്ത്രം പറഞ്ഞാൽ ഫലം ദുർബലമാകുമെന്ന് ഓർക്കുക. നിങ്ങൾ ഉള്ളിൽ നിന്ന് അയക്കുന്നത് പ്രപഞ്ചം തിരികെ നൽകുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. സാധാരണ ജോലി ചെയ്തിരുന്ന, എപ്പോഴും പണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ആരവ് എന്ന മനുഷ്യൻ. അദ്ദേഹം ഈ രീതി സ്വീകരിച്ചു. രാത്രി 3 തവണ മന്ത്രം ജപിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തു. ആദ്യ രാത്രി സ്വപ്നത്തിൽ സൂചനകൾ കണ്ടു. 2-ാം രാത്രി ആത്മവിശ്വാസം വർദ്ധിക്കുകയും 3-ാം രാത്രി അപ്രതീക്ഷിത അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ
അദ്ദേഹത്തിന്റെ ബിസിനസ് കോടികളായി മാറി. അതൊരു യാദൃച്ഛികമായിരുന്നില്ല, അതൊരു അഫർമേഷന്റെ ഫലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് തുടർച്ചയായി 21 ദിവസം ചെയ്യുക എന്നതാണ്. ഉപബോധ മനസ്സിനെ പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യാൻ ഈ സമയം മതിയാകും. ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അത് വെറുമൊരു മന്ത്രമായി നിലനിൽക്കില്ല, നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യമായി മാറുന്നു. നിങ്ങളിപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. പണവും അവസരവും വിജയവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് വാക്കുകളാണ് ബ്രഹ്മം എന്ന് പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായ വാക്ക് ശരിയായ വികാരത്തോടെ പറയുമ്പോൾ ആ വാക്കുകൾ കമ്പനങ്ങളായി മാറി പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിക്കുന്നു. അതേ കമ്പനങ്ങൾ നിങ്ങൾക്കായി സമ്പത്തിന്റെ പ്രവാഹത്തെ ആകർഷിക്കുന്നു. ഇത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ കഴിയുന്ന രാത്രിയുടെ ആ ശക്തി നിങ്ങൾ സ്വീകരിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആരംഭിക്കുക. 3 തവണ മന്ത്രം, വിഷ്വലൈസേഷൻ, അവസാനമായി പണം എന്റേതാണ് എന്ന ഉറച്ച വാചകം. പ്രപഞ്ചം എനിക്ക് 10 കോടി നൽകി. മുഴുവൻ ദിശയും മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണിതെന്ന് ഓർക്കുക. ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ അഫർമേഷൻ അനുസരിച്ച് പ്രപഞ്ചം സ്വയമേവ സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ തുടങ്ങുന്നു. നാളെ രാവിലെ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നേക്കാം. അപ്രതീക്ഷിതമായ അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം, അല്ലെങ്കിൽ കുടുങ്ങിയ പഴയ പണം തിരികെ വന്നേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരത. 1-2 ദിവസം ചെയ്തു നിർത്തിയാൽ ഫ്രീക്വൻസി ദുർബലമാകും. എന്നാൽ തുടർച്ചയായി 21 ദിവസം ഈ രീതി പിന്തുടരുക. ഉപബോധ മനസ്സ് പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ സാഹചര്യങ്ങൾക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല, ഒരു തടസ്സത്തിനും കഴിയില്ല. രാത്രി സമയമാണ് ഏറ്റവും ശക്തമെന്ന് ഓർക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസികളുടെ പ്രവർത്തനം രാത്രിയിൽ കുറവാണ്. ഇതുകൊണ്ടാണ് ധ്യാനം, മന്ത്രം, മാനിഫെസ്റ്റേഷൻ എന്നിവ രാത്രിയിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നത്. പുറത്ത് ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിലെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നു. ആ ശബ്ദം പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. അവസാനമായി, ഈ പ്രക്രിയ വിശ്വാസത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇത് മനഃശാസ്ത്രം, എനർജി, പ്രപഞ്ച നിയമങ്ങൾ എന്നിവയുടെ സംയോജനമാണ്. 3 തവണ മന്ത്രം പറയുന്നതിലൂടെയും വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെയും ഉറപ്പുള്ള വാചകം പറയുന്നതിലൂടെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൂപടം പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ മാപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം പ്രവർത്തിക്കുന്നു. അതിനാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഒന്നുകിൽ പഴയ ചിന്തകളുമായും അതേ ഭയത്തോടും ഇല്ലായ്മയോടും കൂടി ഉറങ്ങുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ 3 തവണ ഈ മന്ത്രം പറയുക. വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ വിധി മാറ്റുക. ചിലപ്പോൾ ഒരു ചെറിയ ചുവടുവെപ്പ് മുഴുവൻ ദിശയും മാറ്റുന്നുവെന്ന് ഓർക്കുക. ഈ മന്ത്രം ആ ചുവടുവെപ്പാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ 10 കോടിയുണ്ടെന്ന് ചിന്തിക്കുകയും ഇത് സത്യമാണെന്ന് തോന്നുകയും ചെയ്യുക. ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ മാറ്റാൻ തുടങ്ങും.